ഇൻവെസ്റ്റ് കേരള മിനിസ്റ്റർ അടക്കം വ്യവസായ മിനിസ്റ്റർ മന്ത്രിയും അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥ ബന്ധങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ശരിക്കും അസ്പയറിംഗ് ഇൻവെസ്റ്റേഴ്സിനെ ഇത്രയും അധികം ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ദുബായിലാണെങ്കിലും ഞങ്ങളുടെ ചേംബർ പ്രവർത്തിക്കുന്ന മേഖല ഞങ്ങൾ ബോംബെയിലും ദുബായിലുമൊക്കെ ഞങ്ങൾ കൂടെ ഈ ഇൻവെസ്റ്റ് കേരളയുടെ പ്രൊമോഷണൽ മീറ്റിങ്ങിൽ ഭാഗഭാക്കായിരുന്നു. അപ്പോൾ അന്നൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആവേശം, എന്താണ് കേരളത്തിലൊരു മാറ്റം എന്നുള്ളത് എല്ലാവരും പഠിക്കുവാനും അത് കാണുവാനും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടെന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഈ ഇൻവെസ്റ്റ് കേരള മീറ്റ്. വ്യവസായികൾക്ക് ധൈര്യമായി ഇപ്പോൾ ഇന്നലെ പോലും ഒരു ഗവൺമെൻറ് നിയമം മാറ്റിയ ഒരു സന്ദർഭം നമുക്കറിയാം. പഞ്ചായത്തുകളിൽ നിന്ന് ലൈസൻസിൻ്റെ അതോറിറ്റി ലൈസൻസ് കൊടുക്കുന്ന ഒരു ചുമതല എടുത്തു മാറ്റിയത്. അപ്പോൾ അങ്ങനെ വ്യവസായികൾക്ക് അനുകൂലമായ വ്യവസായം തുടങ്ങുവാൻ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള എൻകറേജ്മെൻറ്റ്സും പ്രോത്സാഹനങ്ങളുമാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇൻവെസ്റ്റ് കേരള. ധാരാളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതുപോലെ തന്നെ ധാരാളം രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാരായ പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അറബി രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ തായ്വാൻ അടക്കമുള്ള പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ധാരാളം എക്സിബിഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് കേരളം ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പല ചർച്ചകളിലായി, പല കോൺക്ലേവുകളിലായി, പല സെമിനാറുകളിലായി ഇവരിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. തീർച്ചയായും ഇൻവെസ്റ്റ് കേരള ഒരു പുതിയ കാൽവെപ്പാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാവരും, ഞങ്ങൾ ഫോർ എക്സാമ്പിൾ ഇൻമെക്കിൻ്റെ മെമ്പേഴ്സ് തന്നെ പലരും പുറം രാജ്യങ്ങളിലടക്കം ഇവിടെ ഇന്ന് സന്നിധരായിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടത് കേരളം എങ്ങനെയാണ് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന്, ഒരു പുതിയ നിക്ഷേപത്തെ സ്വീകരിക്കുന്നത്. ധാരാളം കംപ്ലയിൻറ്റുകളുണ്ടായിരുന്നു. ആ ഒരു നെഗറ്റീവ് ട്രെൻഡ് മാറ്റി ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കാണുന്നത്. എല്ലാ ആശംസകളും.